പി.വി. അൻവർ സ്പീക്കറെ കാണാൻ നിയമസഭയിലെത്തി. കാറിലെ എം.എൽ.എ ബോർഡ് മാറ്റിയാണ് അൻവർ സ്പീക്കറെ കാണാൻ എത്തിയത്. രാജ്യസന്നദ്ധത തള്ളാതെ അൻവർ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, പി.വി. അൻവർ രാജി നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ. രാജിക്കത്ത് സ്പീക്കർക്ക് പി.വി. അൻവർ നൽകി കഴിഞ്ഞിട്ടുണ്ട്. നിലമ്പൂർ എം.എൽ.എ എന്ന സ്ഥാനം അൻവറിന് ഇനി ഇല്ല. അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നത് പോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള ഒരു പ്രവേശനം അത് ഉടനടി തന്നെ അൻവറിന്റെ ഭാഗത്തു നിന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് സ്പീക്കറെ നേരിട്ട് നിയമസഭയിൽ എത്തിക്കണ്ട് രാജിക്കത്ത് അൻവർ നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇനിയിപ്പോൾ ഈ ഹോട്ടൽ ടെറസിലേക്ക് അൻവർ എത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അൻവർ ഈ ഔദ്യോഗികമായിട്ടുള്ള തന്റെ നിലപാട് അത് എന്താണെന്ന് അറിയിക്കും. അതിനായുള്ള കാത്തിരിപ്പാണ്. എന്തായാലും രാജി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ രാജി ഉറപ്പിച്ചു കഴിഞ്ഞു. പി.വി. അൻവർ എന്നത് നിലമ്പൂർ ഇടതുപക്ഷ സ്വതന്ത്ര എം.എൽ.എ എന്ന സ്ഥാനത്തു നിന്നും മാറിയിരിക്കുന്നു. ഇനി എവിടേക്ക് എന്നുള്ളതാണ് ചോദ്യം. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മമത നേരിട്ട് തന്നെ ഈ എം.എൽ.എ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അൻവർ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള പ്രവേശനമാണ് അൻവറിന്റെ പക്ഷത്തുള്ളത്. കോൺഗ്രസിൽ നിന്ന് വന്നു. അതിനുശേഷം ഇടത് സ്വതന്ത്ര എം.എൽ.എ ആയി DMK-യിലേക്ക് വന്നു. ഒടുവിൽ ഇതാ തൃണമൂൽ കോൺഗ്രസിലേക്ക് പി.വി. അൻവർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനുള്ളിൽ തന്നെ മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നതിന് വേണ്ടി അൻവർ നടത്താൻ തീരുമാനിച്ചിരുന്ന വാർത്താ സമ്മേളനം ആരംഭിക്കും. അല്പസമയം മുമ്പ് സഭയിലെത്തിയാണ് ഈ രാജിക്കത്ത് സ്പീക്കർക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നത്. രാജി അയോഗ്യത നീക്കം ഒഴിവാക്കാനാണ്. അതായത് ഈ കൂറുമാറ്റം പോലുള്ള കാര്യങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു അംഗത്വം അത് അൻവറിന് വേണമെങ്കിൽ ഈ എം.എൽ.എ സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ എം.എൽ.എ സ്ഥാനമാണ് ഇപ്പോൾ രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള ഒരു വഴി അത് ഈസി ആയിട്ട് അൻവറിന് കയറി ചെല്ലാം എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ളൊരു കൂറുമാറ്റം പ്രതീക്ഷിച്ചിരുന്ന സമയം മുതൽ തന്നെ സ്പീക്കർക്ക് പരാതി നൽകി എം.എൽ.എ സ്ഥാനത്ത് നിന്ന് അൻവറിനെ അയോഗ്യനാക്കാനുള്ള ഒരു തീരുമാനം ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അയോഗ്യനാക്കപ്പെടുന്നതിന് മുൻപ് തന്നെ സ്വയം രാജിക്കത്ത് നൽകിയിരിക്കുകയാണ് അൻവർ. ഈ സഭയ്ക്ക് അകത്തേക്ക് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും മാധ്യമങ്ങളോട് യാതൊരുവിധ പ്രതികരണവും നടത്താതെയാണ് അൻവർ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്ന് കൃത്യം 9:30-ക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്നൊരു തീരുമാനം, അത്തരത്തിലൊരു അറിയിപ്പ് ഇന്നലെ തന്നെ അൻവർ നൽകിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വിവരങ്ങൾ പറയാമെന്നുള്ളതാണ് അൻവറിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ സഭയ്ക്ക് അകത്തേക്കും പുറത്തേക്കും പോകുമ്പോൾ മാധ്യമങ്ങളോട് ഒരു അക്ഷരം പോലും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രാജിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അടുത്ത പാർട്ടിയിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടും അൻവർ യാതൊരു കാര്യവും സംസാരിച്ചില്ല എന്നുള്ളതാണ്. സ്പീക്കർ ആയാലും നേരത്തെ ഇത്തരത്തിലൊരു അറിയിപ്പ് ഉണ്ടായില്ല എന്നുള്ളതാണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും നിർണായക നീക്കം കാലാവധി പൂർത്തിയാകാൻ 1.5 വർഷം ബാക്കി നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. 6 മാസം കാലയളവിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ് തീരുമാനം. കഴിഞ്ഞ ഏകദേശം 6 തവണയായിട്ട് തുടർച്ചയായി ആര്യാടൻ മുഹമ്മദിനെ വിജയിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലമാണ് ഇടതുപക്ഷ സ്വതന്ത്ര എം.എൽ.എ ആയി അൻവറിനെ നിർത്തിക്കൊണ്ട് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ 2016-ൽ LDF സ്വന്തമാക്കിയത്. ഇനിയിപ്പോൾ അവിടെ LDF-ന് ആര് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ പി.വി. അൻവർ നിലമ്പൂരിൽ നിൽക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ നിന്ന് വിജയിക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ ഒരു എം.എൽ.എ ഉണ്ടാവുന്നു. അതല്ല പരാജയമാണ് ഉണ്ടാകുന്നത് എങ്കിൽ ഒരു രാജ്യസഭാ സീറ്റ് തന്നെ നേരിട്ട് മമതാ ബാനർജി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അൻവറിന് എന്നടക്കമുള്ള സൂചനകളാണ് വരുന്നത്. എന്തായാലും നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക്, ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ അവസാന തീരുമാനത്തിലേക്ക് അൻവർ എത്തുന്നു എന്നുള്ളതാണ്. നിലമ്പൂർ എം.എൽ.എ എന്ന സ്ഥാനം എന്ന പദവി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ ഹോട്ടലിലേക്ക് അൻവർ ടെറസ് ഹോട്ടലിലേക്ക് അൻവർ എത്തുമെന്നുള്ളതാണ്. ഇനി അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ്, നടപടികൾ എന്തൊക്കെയാണെന്നത് അടക്കം സൂചിപ്പിക്കുന്ന ഒരു ദീർഘമായ വാർത്താ സമ്മേളനം അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൂര്യഗായത്രി, തുടരുക. ഇപ്പോൾ